നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ മാസം 31-ാം തീയതി വരെയുള്ള നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടി വരും. പകർച്ചവ്യാധികൾ പിടിപെടും. കൂട്ടുകച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെടും. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനും കാലം അനുകൂലം. വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയില്ല. ഓഹരി, ഷെയർ എന്നിവയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും. മാതാവിൻ്റെ കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പരിഹാരമായി ശാസ്താവിനെ ഭജിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ കൃഷിയിൽ നിന്നും മികച്ച ആദായം ലഭിക്കും. പ്രേമകാര്യങ്ങളിൽ തടസ്സം നേരിടും. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കും. യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കുകയില്ല. ബിസിനസ്സിൽ ആദായം കുറയും. വീട്ടിൽ നിന്നും അകന്നു കഴിയേണ്ടതായി വരും. പ്രമോഷൻ ലഭിക്കുവാനും കൃത്യനിഷ്ഠത പാലിക്കുവാനും ആരോഗ്യകാര്യം തൃപ്തികരമായിരിക്കുകയും ബന്ധുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അഡ്മിഷൻ ലഭിക്കും. സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയുവാനും കാലം ഉത്തമമാകുന്നു. പരിഹാരമായി വിഷ്ണുവിന് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഗൃഹത്തിൽ സൽക്കർമ്മങ്ങൾ നടക്കും. പുതിയ ജോലിയിലേക്ക് മാറും. പിതാവിൻ്റെ ആഗ്രഹത്തിനൊത്തുള്ള പെരുമാറ്റം ഗുണം ചെയ്യും. സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുകയും കച്ചവടക്കാർക്ക് പൊതുവെ നല്ല സമയവുമാകുന്നു. പ്രധാന രേഖകളിൽ ഒപ്പുവെക്കും. ഭാര്യയുടെ ഇടപെടൽ മൂലം പ്രതികൂലമായ കാര്യങ്ങളെ വരുതിയിലാക്കുവാൻ സാധിക്കും. സുഖഭോഗങ്ങൾക്കായി പണം ദുർവിനിയോഗം ചെയ്യും. പഠനത്തിനായി അന്യദേശത്ത് പോകും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നത് ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കും. എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. യാത്രകൾ നടത്തും. ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധയുണ്ടാകും. പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വത്ത് അധീനതയിൽ വന്നു ചേരുകയും സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വരും. ചിട്ടി വഴി പണം വന്നു ചേരുകയും പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു.